കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചകളല്ലാതെ കുറെ കൂടി ശാന്തവും സുന്ദരവുമായ ഗ്രാമക്കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ? കാശ്മീരിലെയോ ചില യൂറോപ്യൻ രാജ്യങ്ങളിലെയോ ഒക്കെ പോലെ മനോഹരമായ പുൽമേടുകളും കുന്നുകളും അവയിലൊക്കെ മേഞ്ഞു നടക്കുന്ന ചെമ്പരിയാടിൻ കൂട്ടങ്ങളും മലകളും പുക്കയും അതിരുതീർത്ത ഒരു കുഞ്ഞു ഗ്രാമം. പല നിറത്തിലുള്ള ചതുരപ്പെട്ടികൾ അടുക്കി വെച്ച പോലെ വീടുകൾ. തട്ടുതട്ടായ കൃഷിത്തോട്ടങ്ങൾക്കരികിൽ പുല്ല് മേഞ്ഞു നടക്കുന്ന കുതിരകൾ. എല്ലാം മറന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും നോക്കി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന സുന്ദര തടാകം. വരൂ ആ ഗ്രാമ കാഴ്ചകളിലേക്ക് ധൻട്യൂബിനോടൊപ്പം. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ തേടി കൊടൈക്കനാലിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ വഴിയരികിൽ ഒരു വ്യൂ പോയിന്റിലെത്തി. പഴനിമല വ്യൂ പോയിന്റ് ദോ അവിടെ. പോക കാരണം ക്ലിയറായി കാണാനൊന്നും അധികം പറ്റില്ല. മിക്കപ്പോഴും അങ്ങനെ തന്നെയാ. പഴനി ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്ന് പഴനിമല കാണാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതിൻ്റെ ഭംഗി കാണാനാവില്ല. ഫേമസ് ആയ പഴനിമല ഞാൻ ഇത്രയും ദൂരെന്ന് കണ്ടു, അല്ലെങ്കിൽ പഴനിമല കണ്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണം, അതൊക്കെയല്ലേ ആയിരിക്കും. അല്ല, പഴനിമല വ്യൂ പോയിന്റിനെ കുറിച്ച് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും ചില മുന്തിരിക്കൊക്കെ നല്ല പുളിയാണ്. ആ കാണുന്നത് പല്ലങ്കി വാട്ടർഫോൾസ്. മലകൾക്കിടയിൽ ഒരു വില്ലേജും ഉണ്ട്. പിന്നെ ഒരു വളവിലാണ് ഈ വ്യൂ പോയിന്റ്. അപ്പൊ കാറും വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഒരു കുഞ്ഞക്കടയൊക്കെ ഉണ്ട്, ചായയൊക്കെ കിട്ടും. പൂമ്പാറൈ എന്ന ഒരു കൊടൈക്കനാൽ ഉൾഗ്രാമത്തിനടുത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ലൊക്കേഷൻ ആണ് ഹൈലൈറ്റ്. ആഹാ, മലകൾക്കിടയിലെ ഗ്രാമം. ഈ ഒരു വ്യൂ കാണേണ്ട കാഴ്ച തന്നെ. മുമ്പ് പറഞ്ഞ പോലെ മലകളും കൊക്കയും അതിരുതീർത്ത ഈ കൊച്ചു ഗ്രാമത്തിൽ 1500ഓളം വീടുകളാണുള്ളത്. പണ്ട് ഇതൊരു ട്രൈബൽ സെറ്റിൽമെന്റ് ആയിരുന്നു. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവർ വീടുകളെല്ലാം തൊട്ടടുത്തടുത്ത് പണിത് കൂടുതൽ ഏരിയ കൃഷി സ്ഥലത്തിന് യൂസ് ചെയ്തിരിക്കുക. യെസ്, കൃഷിക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ടൂറിസം വളരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, അവിടെയൊക്കെ കുറെ കോട്ടേജസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഹില്ലി ഏരിയാസിൽ കൂടുതലും ടെറസ് ഫാമിംഗ് ആണല്ലോ ഉണ്ടാവുക. ഇങ്ങനെ സ്റ്റെപ്പായി ഉണ്ടാവും. കാണാൻ നല്ല രസമാണ്. കാണാനുള്ള രസം മാത്രല്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഏരിയ കൃഷി ചെയ്യാൻ കിട്ടും. ലാൻഡ് സ്ലൈഡ് കുറയ്ക്കും. പല ടൈപ്പ് ക്രോപ്സ് കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ക്യാരറ്റും ഗാർലിക്കും ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മലൈപ്പൂണ്ട്, വെളുത്തുള്ളി. GI ടാഗൊക്കെ കിട്ടിയിട്ടുള്ള ഐറ്റാ. GI ടാഗ് എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് ചില പ്രത്യേക ഏരിയകളിലുള്ള സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള ചില പ്രോഡക്ട്സിന് കൊടുക്കുന്നതാണ് ഈ GI സർട്ടിഫിക്കേഷൻ. നമ്മുടെ ആറന്മുള കണ്ണാടി, മറയൂർ ശർക്കര, അതുപോലൊക്കെ ഞങ്ങളും വാങ്ങി മലൈപ്പൂണ്ട്.
ഇവരൊക്കെ കത്തിക്കാനുള്ള വിറകുമായി കുറെ കിലോമീറ്റർ ഒക്കെ നടന്നാണ് ആ മലകൾക്കിടയിലുള്ള പൂമ്പാറൈ വില്ലേജിലേക്ക് പോകുന്നത്, അതും ചെരുപ്പിടാതെ. അങ്ങനെ പോകുമ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടു. നേരെ പോയാൽ മന്നവരൂർ ഈക്കോ പാർക്ക്. റൈറ്റ് സൈഡിൽ താഴേക്ക് പോയാൽ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പൂമ്പാറൈ വില്ലേജിലാണ് ആ ടെമ്പിൾ. ഒരു 3000 കൊല്ലം പഴക്കമുള്ള ടെമ്പിളാണെന്നാ പറയുന്നത്. അത് മാത്രമല്ല, പഴനി മുരുകനെ പ്രതിഷ്ഠിച്ച ഹോഗർ സിദ്ധൻ തന്നെയാണ് ഈ അമ്പലം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. നമ്മൾ മന്നവരൂർ റൂട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. നല്ല ഭംഗിയുള്ള റൂട്ടാണ്. അധികം അനിമൽസ് ഒന്നുമുള്ള ഫോറസ്റ്റ് അല്ല, എന്നാലും വഴിയിൽ കാട്ടുപോത്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ സൂക്ഷിച്ചൊക്കെ പോവുക. അതല്ലെങ്കിലും ഫോറസ്റ്റ് റൂട്ടിലൊക്കെ കുറച്ചും കൂടി അലേർട്ടായി ഡ്രൈവ് ചെയ്യുന്നതാ നല്ലത്. പൂമ്പാറൈ, കൂക്കൽ, മന്നവരൂർ, പൂണ്ടി, പോളൂർ, കിലാവരൈ അങ്ങനെ കുറച്ച് ഗ്രാമങ്ങളുണ്ട് ഈ റൂട്ടിൽ. അതിൽ മന്നവരൂരിലേക്കാണ് ഈ യാത്ര. ഈ റൂട്ടിലെ ലാസ്റ്റ് വില്ലേജ് കിലാവരയാണ്. അതിനപ്പുറം കേരളം. ജസ്റ്റ് ഒരു 12 കിലോമീറ്റർ പോയാൽ വട്ടവട. പക്ഷെ അങ്ങനെ നമുക്ക് കടക്കാനൊന്നും പറ്റില്ല. ആ ഫോറസ്റ്റ് റോഡ് ഇപ്പോ ലോക്കൽസിന് മാത്രമേ ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളൂ. പൈൻ മരങ്ങൾക്കും യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കുമൊക്കെ ഇടയിലൂടെ ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് റോഡ്. 2 വീലർ എല്ലാം അലൗഡാണ് ഈ റൂട്ടിൽ. കൂക്കൽ ലേക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക്, നമ്മൾ നേരെ അഷീഖ് ഫാമിലേക്ക്. വീടുകളൊക്കെ കണ്ടു തുടങ്ങി. നല്ല സ്മെൽ വരുന്നുണ്ട് വഴിയിലൊക്കെ. യൂക്കാലിപ്റ്റസ് കത്തിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു റിഫ്രഷിംഗ് സ്മെൽ. പെട്ടെന്ന് ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി തുടങ്ങി. ഒരു കാശ്മീർ ടച്ച്. മന്നവരൂരിലത്തെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തി. SRRC, സദേൺ റീജിയണൽ റിസർച്ച് സെന്റർ. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഷീപ്പ് റിസർച്ച് സെന്റർ ആണ്. 1965 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ തന്നെ റാബിറ്റ് ബ്രീഡിംഗ് സെന്ററും ഉണ്ട്. ഒരു 6 വെറൈറ്റി റാബിറ്റ് ബ്രീഡ്സ് ഇവിടെയുണ്ട്. വാ, ആദ്യം നമുക്ക് കുറച്ച് റാബിറ്റ്സിനെ കാണാം. ഓൺലൈനായി ബുക്ക് ചെയ്ത് റാബിറ്റ്സിനെയൊക്കെ ബൾക്കായി ഫാമേഴ്സ് കൊണ്ടുപോകാറുണ്ട്. കാണാൻ എന്ത് ക്യൂട്ടാല്ലേ. ബട്ട് പെറ്റായി മാത്രല്ല, മീറ്റിനും വൂളിനുമൊക്കെ വേണ്ടി ഇവരെ വളർത്താറുണ്ട്. ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞ നല്ല പ്രോട്ടീനുള്ള ഹെൽത്തി വൈറ്റ് മീറ്റാണ് റാബിറ്റ് മീറ്റ്. എന്റെ ക്യൂട്ട്നെസ്സിനെയൊക്കെ കുറച്ച് പറഞ്ഞ് എന്റെ മീറ്റിന് പ്രൊമോഷൻ കൊടുക്കുകയാണല്ലേ. സ്ഥലം വിട്ടോ. ഇതാണ് മന്നവനൂർ ലേക്ക്. ലേക്കിനടുത്തേക്ക് ഈ വഴി എൻട്രി അലൗഡ് അല്ല. കുറച്ചപ്പുറത്തൊരു സ്പോട്ട് ഉണ്ട്, ആ വഴി കിടക്കാം. മൺസൂൺ കഴിഞ്ഞ ടൈമിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി പച്ചപ്പ് കാണാം. സമ്മർ ടൈമിലാണെങ്കിൽ ലേക്കിൽ വെള്ളമുണ്ടാവുന്ന ഉറപ്പില്ല. ഈ വ്യൂവും അത്ര മോശമൊന്നുമല്ല, അല്ലേ?
അപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ കൂട്ടത്തിൽ വന്ന 3 പേർ കൂട്ടം തെറ്റി അങ്ങോട്ടോ പോയി. നോട്ട് പോയിന്റ്, ഞങ്ങൾക്ക് 2 പേർക്കും അല്ല കൂട്ടം തെറ്റിയത്, അവർക്ക്. അവരുടെ ഒരു കാര്യം, ഞാനും അച്ഛനും ചുറ്റും നോക്കി, അവരെ കാണാനില്ല. അച്ഛന്റെ ഫോണിൽ വിളിക്കാൻ സിഗ്നൽ ഇല്ല. പിന്നൊരു ഓപ്ഷൻ എന്റെ വാച്ചാണ്. ഭാഗ്യത്തിന് അത് BSNL ആയിരുന്നു. സിഗ്നലുണ്ട്. പിന്നൊന്നും ആലോചിച്ചില്ല, വിളിച്ചു. ബട്ട് ഒരു ചെറിയ പ്രശ്നം, കൂട്ടം തെറ്റിപ്പോയവരുടെ ആരുടെ ഫോണിലും സിഗ്നൽ ഇല്ല. BSNL അല്ലെങ്കിൽ ജിയോയ്ക്ക് മാത്രമേ ഇവിടെയൊക്കെ സിഗ്നൽ ഉള്ളൂ. BSNL കുറവാ, ജിയോ ആണ് മെയിൻ. പിന്നെ കിട്ടിയവരെ അവര് കാഴ്ചകളൊക്കെ കഴിഞ്ഞെന്ന് കരുതി ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയായിരുന്നു. അത് ശരി, ഇനിയല്ലേ കാഴ്ചകൾ. അവരെ വിളിച്ചോണ്ട് വന്ന് ഈ സീനറി ഒക്കെ കാണിച്ചു കൊടുത്തു. ഒരു 25ഓളം സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. 5-6 മലയാളം മൂവീസും അതിൽ പെടും. പിന്നെ കുറച്ചു നേരം ഫോട്ടോ സെഷൻ ആയിരുന്നു. ഈ പൂവ് കണ്ടോ? ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂ എന്നൊക്കെ വിളിക്കുന്ന നീൽഗിരി എവർലാസ്റ്റിംഗ് ഫ്ലവർ, പേപ്പർ ഡേസി, സ്ട്രോ ഫ്ലവർ എന്നൊക്കെയും പറയും. കട്ട് ചെയ്ത് എടുത്തു വെച്ചാലും കുറെ കാലം കേടാവാതെ ഇരിക്കും. അതുകൊണ്ടാണല്ലോ എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്ന് പറയുന്നത്. ഊട്ടിയിൽ മാത്രമല്ല, ഇത് വെസ്റ്റേൺ ഗട്ട്സിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. നീലക്കുറിഞ്ഞി പോലെ റയറായതൊന്നുമല്ല, ഒരുവിധം എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട്. പലരും ഇത് ഡെക്കറേഷൻ വർക്കിനും ബുക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പൂ പൊട്ടിക്കുന്നതിൽ അത്ര തെറ്റില്ല എന്നാ. എന്ന് വെച്ചാൽ ഏരിയ മുഴുവൻ കൊണ്ടുപോകരുത്, പിന്നെ എല്ലാവർക്കും കാണണ്ടേ ഇതൊക്കെ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം, ഷീപ്പ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഷീപ്പിന്റെ 70% ഉള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. നിങ്ങൾക്കറിയാലോ, ഷീപ്പിനെ മെയിനായി വൂൾ പ്രൊഡക്ഷന് വേണ്ടിയാണ് വളർത്തുന്നത്. ഇന്ത്യയിലെ ക്ലൈമറ്റ് ഒക്കെ കാരണമാവാം ഇന്ത്യയിൽ നിന്ന് അധികം ഫൈൻ വൂൾ കിട്ടാറില്ല. കാർപ്പറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് റഫായ വൂളാണ് കിട്ടാറ്. നല്ല സോഫ്റ്റ് ആയ വൂൾ കാശ്മീരിലെ ലഡാക്ക് ഏരിയയിലെ ഷീപ്പിൽ നിന്നാണ് കിട്ടാറ്. അതും വളരെ കുറച്ച്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഏതാണെന്നറിയോ? യെസ്, മട്ടൺ. നമ്മുടെ ആട്ടിറച്ചിയല്ല, ചെമ്പരിയാടിന്റെ ഇറച്ചി. വേൾഡിൽ കൂടുതലും ഷീപ്പ് മീറ്റിനാണ് മട്ടൺ എന്ന് പറയാം. ആട്ടിറച്ചിക്ക് 7 എന്നും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അടുത്ത കാലത്തൊന്നും ഒരു ഷോപ്പിൽ പോയി 1 കിലോ 7 എന്ന് പറഞ്ഞാല് ആട്ടിറച്ചി കിട്ടുമെന്ന് തോന്നുന്നില്ല. വേറെ വല്ലതും കിട്ടുക. ഈ സെക്ഷൻ ലാംസിന്റെയും അവരുടെ അമ്മമാരുടെയും പിന്നെ പ്രഗ്നന്റ് ആയ ഷീപ്പിന്റെയും ഒക്കെയാ. ഒരു യെല്ലോ മാർക്കിംഗ് ഒക്കെ കണ്ടോ പുറത്ത്? ഇതൊക്കെ പ്രഗ്നന്റ് ആയ ഷീപ്പിനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അവർക്ക് സ്പെഷ്യൽ കെയർ ആയി. പിന്നെ അവിടെ വേറെ ഒരു കാഴ്ച കണ്ടു. ജസ്റ്റ്
6 days മാത്രം പ്രായമുള്ള ഒരു ലാം, ഒരു കുട്ടിച്ചെമ്പരിയാണ്. അതതിന്റെ അമ്മയുടെ അടുത്തെത്താനുള്ള ശ്രമത്തിലാ. എങ്ങനെയോ ആള് ഇപ്പുറത്തെ സൈഡിലായി പോയി. ഇത് എങ്ങനെയപ്പോ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കുക? വയ്യാവും. അയ്യോ, ഇപ്പൊ കുടുങ്ങിയേനെ. ആവൂ, അങ്ങനെ എത്തി. പൂവൊക്കെയുള്ള ഒരു ചെടിയുടെ പീസ് ഷീപ്പിന് കഴിക്കാൻ കൊടുക്കുന്നത് പോലെ ഒരു കൈയിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് അതിനെ തൊടാനുള്ള അമ്മയുടെ ബുദ്ധിപരമായ നീക്കം. ബട്ട് പാളിപ്പോയി ഗൈസ്. ചെടി കൊണ്ടുപോയി കുത്തിയത് ആ പാവം ഷീപ്പിന്റെ മൂക്കിൽ. അത് തുമ്മി. ധൈര്യം കൂടി അമ്മയ്ക്ക്. മില്ലി സെക്കൻഡ് പോലും വേണ്ട 2 കൈയും വിളിക്കാൻ. അപ്പൊ ആ പൂവിന്റെ എന്തൊക്കെയോ തെറിച്ച് എന്റെ ഫേസിലേക്കൊക്കെ ആയി. അൾട്രാ സ്ലോ മോഷനിലൊക്കെ ഇട്ടാൽ ചിലപ്പോ അതൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി ഷീപ്പിന്റെ ഒക്കെ ഷെഡ് കാണാം. ഇതൊരു മോഡേൺ ഷീപ്പ് ഷെഡാണ്. ഇപ്പൊ അവിടെ ആരുമില്ല. എല്ലാവരെയും പുല്ല് കഴിക്കാൻ വിട്ടേക്കുക. ഈ ഫ്ലോർ കണ്ടോ? അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഷീപ്പിന്റെ പീയും പൂപ്പും എല്ലാം താഴത്തേക്ക് പോകും. ഇവിടെ ക്ലീൻ ആയിരിക്കും. ആ കാണുന്നതൊക്കെ പണ്ട് തന്നെ പണിത ഷീപ്പ് ഷെഡ്സ് ആണ്. 58 years ഒക്കെ മുമ്പ്. ഒരു ഷീപ്പിന്റെ ബ്രീഡ്, അത് കഴിക്കുന്ന ഫുഡ്, ക്ലൈമാറ്റ്, ക്ലെൻലിനെസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വൂളിന്റെ ക്വാളിറ്റി. അതിനൊക്കെയുള്ള റിസർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രാസ് ലാൻഡ്സിൽ ഇവരിങ്ങനെ മേഞ്ഞു നടക്കും. പനി ഹിൽസ് റേഞ്ചിൽ ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഗ്രാസ് ലാൻഡ്സ് ഉള്ളത് ഇപ്പൊ ഇവിടെ മാത്ര. ബാക്കി എല്ലായിടത്തും യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ ട്രീസ് ആണ്. അതൊക്കെ ഇപ്പൊ വെട്ടിക്കളഞ്ഞു തുടങ്ങിയല്ലോ. ഗ്രൗണ്ട് വാട്ടർ വല്ലാതെ കുറയുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലും അങ്ങനെ തന്നെ. ടൂ 2015 ഒക്കെ തൊട്ടാണ് ഇവിടെ അഗ്രി ടൂറിസം സ്റ്റാർട്ട് ചെയ്തത്. സോ ഇപ്പൊ പബ്ലിക്കിനൊക്കെ വരാം. ഫാമും അനിമൽസിനെയും ഒക്കെ കാണാം. 20 rupees ആണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഇവിടെ പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട്. കുതിരപ്പുറത്ത് ഈ സീനറി ഒക്കെ എൻജോയ് ചെയ്ത് പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്നൊക്കെ വേണമെങ്കിൽ പറയണമെന്ന് നിർബന്ധമില്ല. ഓരോ സ്ഥലത്തിലും അതിൻ്റെതായ സ്പെഷ്യാലിറ്റിയും ഭംഗിയും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും ഇത് കൊള്ളാം. ഇത്രയും നല്ല സീനറി കൊടൈക്കനാൽ വേറെ എവിടെയും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത കൊടൈക്കനാൽ ട്രിപ്പിൽ ഈ പ്ലേസ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം.
32 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട്. ഒരുവിധം സ്ഥലത്തെല്ലാം നല്ല ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ലാവിഷായി ഫോട്ടോസ് ഇടാം. അത് പറഞ്ഞപ്പോളാ നമ്മുടെ ഇൻസ്റ്റ ആൻഡ് FB ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നല്ല കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം. ആഹാ, ഇവിടെ ഒരാളുണ്ടല്ലോ. ഹായ്. ഈ മുട്ടക്കുന്നുകളിലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുതിരകൾ, ബാക്ക്ഗ്രൗണ്ടിൽ മന്നവനൂർ ലേക്ക്. നൈസ്. നമ്മളൊരു സ്ഥലത്ത് വന്നു, നിന്നു, പോയി എന്നുള്ളത് മാത്രമല്ല ഒരു ട്രിപ്പ്. നമ്മൾ എന്ത് കണ്ടു, എങ്ങനെ കണ്ടു, എന്തിന് കണ്ടു എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ആ ട്രിപ്പ് അനലൈസ് ചെയ്യുന്നതാവും നല്ലത്. അതെന്തായാലും അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്കുള്ള ഫ്യൂവലാവട്ടെ. ഇവിടെ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പുമുണ്ട്. പുറത്ത് വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഇവിടെ ഫാമിലി അക്കോമഡേഷൻ ഫെസിലിറ്റീസും വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ എടുത്ത് ചെയ്യാവുന്ന ചില ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പൊ കൊടൈക്കനാൽ ഭാഗത്തേക്ക് വരുന്നവർ ഇവിടെയും കൂടി വരിക, എൻജോയ് ചെയ്യുക. ബബിൾ എപ്പോൾ പൊട്ടെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഉള്ള നേരം കൊണ്ട് അതിലത്തെ കളേഴ്സ് ആസ്വദിക്കുകയോ. So see you later. See you soon.